നടന്മാർ പോലും ലഹരി ഉപയോഗിക്കുന്നവരെന്ന ഷൈൻ ടോം ചാക്കോ. സിനിമയിൽ രാസലഹരി വ്യാപകമെന്ന ഷൈന്റെ മൊഴി. ഫോണുകൾ കസ്റ്റഡിയിലെടുത്തു. നാളെ വീണ്ടും ചോദ്യം ചെയ്യും. ഈസ്റ്റർ ആഘോഷിച്ച് ക്രൈസ്തവർ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ഉയർപ്പ് ചടങ്ങുകളും. ആശാസമരത്തിന് പരിഹാരം കാണണമെന്ന ഈസ്റ്റർ സന്ദേശത്തിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. ഈസ്റ്റർ സന്ദേശവുമായി പള്ളികളിലെത്തി ബി.ജെ.പി. നേതാക്കൾ. മാർ ആലഞ്ചേരിയെ സന്ദർശിച്ച് രാജീവ് ചന്ദ്രശേഖർ. വഖഫ് നിയമത്തിന് ആലഞ്ചേരിയുടെ പിന്തുണ. മാർ ആൻഡ്രൂസ് താഴത്തിനെ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. താൻ വേട്ടയാടപ്പെട്ട നിരപരാധി എന്ന പി ദിവ്യ. ഇരയുടെ വേദന തിരിച്ചറിയാത്തിടത്തോളം സമൂഹ മനസ്സ് വേട്ടക്കാരുടേത്. കുരിശു മരണം വിധിച്ചാലും ഒരിക്കൽ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഈസ്റ്റർ ദിനത്തിൽ ദിവ്യയുടെ യൂട്യൂബ് വീഡിയോ. എറണാകുളത്ത് CPM-നെ നയിക്കാൻ യുവമുഖം എസ് സതീഷ്. പുതിയ സെക്രട്ടറി CN മോഹനൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ഒഴിവിൽ. അഡ്വക്കേറ്റ് KS അരുൺകുമാറും ഷാജി മുഹമ്മദും ജില്ലാ സെക്രട്ടേറിയറ്റിൽ. സുപ്രീം കോടതിയെയും ജഡ്ജിമാരെയും വിമർശിച്ച MP-യെ തള്ളി ബി.ജെ.പി. നിഷികാന്ത് ദുബെയുടെ നിലപാട് പാർട്ടിക്കില്ലെന്ന് JP നഡ്ഡ. പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് KC വേണുഗോപാൽ. ജമ്മുകശ്മീരിലെ റംബാൻ ജില്ലയിൽ ശക്തമായ മഴയും മണ്ണിടിച്ചിലും. 3 മരണം. നിരവധി വാഹനങ്ങളും വീടുകളും മണ്ണിനടിയിൽ. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ മൺകൂനകളും കൂറ്റൻ കല്ലുകളും. ഗതാഗതം തടസ്സപ്പെട്ടു. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. വിശദമായ വാർത്തകൾ നോക്കാം. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമെന്ന് നടൻ ഷൈൻ ടോം ചാക്കോ. അറിയപ്പെടുന്ന പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും നടൻ പോലീസിന് മൊഴി നൽകി. രാസപരിശോധനാ ഫലം പോസിറ്റീവായാൽ കൂടുതൽ വകുപ്പ് ഷൈനെതിരെ ചുമത്തിയേക്കും. നാളെ ഷൈൻ വീണ്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. അറിയപ്പെടുന്ന പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും എന്നാൽ പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമാണെന്നുമാണ് ഷൈന്റെ മൊഴി. തനിക്ക് ലഹരി നൽകുന്നത് സിനിമാ അസിസ്റ്റൻസ് ആണെന്നും അതിനവർക്ക് പണം നൽകുമെന്നും ഷൈൻ മൊഴി നൽകി. പരിശോധനകൾ ശക്തമാക്കിയതോടെ കഴിഞ്ഞ 1 മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും ഷൈൻ പറഞ്ഞു. ഷൈൻ ടോം ചാക്കോയുടെ മൊഴി വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഷൈന്റെ 2 ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഗൂഗിൾ പേ വിവരങ്ങൾ പൂർണ്ണമായും ശേഖരിച്ചു കഴിഞ്ഞു. ലഹരി ഇടപാടുകാർക്ക് പണം നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ നീക്കം. ഷൈന്റെ മൊഴിയിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. രാസപരിശോധനാ ഫലം പോസിറ്റീവായാൽ കൂടുതൽ വകുപ്പ് ചുമത്തിയേക്കും. ഷൈനോട് കോലഞ്ചേരിയിലുള്ള ഡി അഡിക്ഷൻ സെന്ററിൽ പോകാൻ പോലീസ് ആവശ്യപ്പെട്ടുവെങ്കിലും താൽപര്യം പ്രകടിപ്പിച്ചില്ല. പിതാവുമായി ആലോചിച്ച ശേഷം പറയാമെന്നും മറുപടി നൽകി. ലഹരി ഇടപാടുകാരനും പ്രതിയുമായ സജീറിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഷൈനിലേക്ക് എത്തിയത്. ഷൈൻ സജീറിന് പണം കൈമാറിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. സജീറിനെ ഉടൻ അറസ്റ്റ് ചെയ്യും. അതേസമയം തന്നെ മാധ്യമങ്ങൾ വേട്ടയാടുന്നുവെന്നും തന്റെ സ്വകാര്യതയിലേക്ക് കടന്നുകയറാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഷൈൻ ആരോപിച്ചു. ന്യൂസ് 18 കൊച്ചി. അതേസമയം ലഹരി കേസിൽ FIR രജിസ്റ്റർ ചെയ്ത പോലീസ് നടപടിക്കെതിരെ ഷൈൻ ടോം ചാക്കോ കോടതിയെ സമീപിച്ചേക്കും. FIR റദ്ദാക്കാനുള്ള സാധ്യത തേടി ഷൈൻ അഭിഭാഷകരെ സമീപിച്ചു. ദുർബലമായ FIR ആണ് പോലീസ് ചുമത്തിയതെന്നാണ് ഷൈനിന് ലഭിച്ച നിയമോപദേശം. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, 10 വർഷം മുൻപ് ഏതാണ്ട് ഇതുപോലെ സമാനമായ രീതിയിൽ ദുർബലമായ വകുപ്പുകളും ആവശ്യത്തിന് നടപടിക്രമങ്ങളും ഇല്ലാത്തതിനാൽ മാത്രം കേസിൽ നിന്ന് ഊരിപ്പോന്ന ഒരു ചരിത്രം ഷൈനുണ്ട്. സമാനമായ രീതിയിൽ ഒരു ഇളവാണോ ഷൈൻ പ്രതീക്ഷിക്കുന്നത്? എന്താണ് ഷൈനിന് കിട്ടിയ നിയമോപദേശം? ഷൈൻ ഇതിൽ പ്രധാനമായും കണ്ട നിയമോപദേശ പ്രകാരം ഷൈൻ പറയുന്നത് ഇതിൽ ദുർബലമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് തന്നെ ഈ കേസിൽ പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് തനിക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു പരാതി പോലും ലഭിക്കാതെയാണ് ചില കാര്യങ്ങൾ
പോലീസ് ഇത്തരത്തിൽ തനിക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തിയതെന്നാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഭിച്ച നിയമോപദേശം പ്രകാരം വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് ഷൈൻ ടോം ചാക്കോ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസിന് കൃത്യമായിട്ടുള്ള തെളിവുകളടക്കം കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. ഈ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ കോടതി സ്വാഭാവികമായും പോലീസിനോട് ഇതിലൊരു വിശദീകരണം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആ ഒരു വിശദീകരണത്തിൽ മറുപടി നൽകുക എന്ന് പറയുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ശേഖരിച്ചിട്ടുണ്ടെന്ന് കോടതിയിൽ സമർത്ഥിക്കേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ ഉണ്ടെന്ന് പോലീസിന് കണ്ടെത്തേണ്ടത് അനിവാര്യമായി തീരും. അങ്ങനെയാണെങ്കിൽ ശക്തമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക, മൊഴികൾ ഷൈൻ ടോം ചാക്കോയുടെ അടക്കം മൊഴികൾ ശേഖരിക്കുക എന്നൊരു നീക്കത്തിലേക്ക് തന്നെയാണ് പോലീസും കടക്കുന്നത്. എന്തായാലും ഇന്നലെ ആയിരുന്നു പരാതി ഒന്നും ലഭിക്കാതെ ഈ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടി എന്ന സാഹചര്യത്തെ തുടർന്ന് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ആ ചോദ്യം ചെയ്യലിലൊക്കെ ഷൈൻ ടോം ചാക്കോ ലഹരി ഇടപാടുകൾ നടത്തുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ലഹരി കൈവശം വെച്ചിട്ടുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് പോലീസിന് മനസ്സിലായി. എന്തായാലും ഈ രാസപരിശോധനാ ഫലം ഉൾപ്പെടെ നിർണായകമാണ്. ഷൈൻ്റെ സ്രവം ഉൾപ്പെടെ ശേഖരിച്ചാണ് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത്. അതിന്റെ ഫലവും ഏറെ നിർണായകമായി തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. എന്തായാലും FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഷൈൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ചുമത്തിയിരിക്കുന്ന 2 വകുപ്പുകൾ, അതായത് ലഹരി ഇടപാടിൽ പണം, സാമ്പത്തിക ഇടപാട്, ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ദുർബലമാണെന്നാണ് ഷൈൻ കോടതിയിൽ സമർപ്പിക്കുന്ന ഹർജിയിൽ പ്രധാനമായും ഉന്നയിക്കുക. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. സൂത്രവാക്യം സിനിമയുമായി ബന്ധപ്പെട്ട് വിൻസിയുടെ പരാമർശങ്ങൾ തള്ളി സിനിമയുടെ സംവിധായകൻ. ഷൈനു വേണ്ടി താൻ മാപ്പ് പറഞ്ഞിട്ടില്ലെന്ന് യൂജിൻ ജോസ് ചിറമേൽ. വിൻസി പറഞ്ഞതുപോലെ ഷൂട്ട് മുടങ്ങിയിട്ടില്ലെന്നും സംവിധായകൻ പറഞ്ഞു. സംവിധായകന്റെ പ്രതികരണം ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലായിരുന്നു. താങ്കൾ ഷൈനു വേണ്ടി വിൻസിയോട് ക്ഷമ പറഞ്ഞു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല? ഞാൻ ഷൈനു വേണ്ടി വിൻസിയോട് ക്ഷമ ഇല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. വിൻസിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഷൈൻ ലഹരി ഉപയോഗിച്ച് വരുന്നതാണല്ലോ. അങ്ങനെ ഒരു പരാതി താങ്കളോട് പറഞ്ഞിട്ടില്ല എന്നാണോ? ലഹരി ഉപയോഗിച്ചാണ് ഇയാൾ ഈ സെറ്റിൽ വരുന്നത്, ഇയാളുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ ഒന്നും വിൻസി പറഞ്ഞിട്ടില്ല എന്നാണോ? ഷൈൻ ലഹരി ഉപയോഗിച്ച് വരുന്നു എന്നുള്ള രീതിയിലൊന്നും ആരും സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ സെറ്റ് ലഹരി വിമുക്തമായിരുന്നു. എൻ്റെ മുമ്പിൽ ആരും ലഹരി ഉപയോഗിച്ചിട്ടല്ല വന്ന് ഇത്ര നന്നായി അഭിനയിച്ച് പോയിട്ടുള്ളത്. 45 ദിവസത്തെ ഷൂട്ടിംഗ് 39 ദിവസം കൊണ്ട് ഷൂട്ട് തീർന്നു. അത് വളരെ കൃത്യമായി അച്ചടക്കത്തോടു കൂടിയും ചിട്ടയോടുകൂടിയും ഷൂട്ട് പ്ലാൻ ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ എൻ്റെ നടീനടന്മാർ എന്നോട് സഹകരിച്ചത് കൊണ്ടും മാത്രമാണ് അത് തീർന്നത്. യൂജിൻ്റെ അടുത്തൊരു ചോദ്യം. യൂജിൻ, ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു ഒരു ദിവസം ലഹരി ഉപയോഗിച്ചിട്ട് കണ്ണ് ബൾജ് ചെയ്തിട്ട് ഒരു ദിവസം മുഴുവൻ ഷൂട്ടിംഗ് നിർത്തിവെച്ചു എന്ന് പറഞ്ഞു, ശരിയാണോ? എൻ്റെ സെറ്റിൽ ഒരു ദിവസം പോലും ഷൂട്ട് മുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, 45 ദിവസത്തെ ഷൂട്ട് 39 ദിവസത്തിൽ ഞാൻ ഷൂട്ട് തീർത്തു. ഒരു ദിവസം പോലും ഷൂട്ട് മുടങ്ങിയിട്ടില്ല. ഇല്ല, ലഹരി ഉപയോഗിച്ചു ഈ വെള്ളപ്പൊടി തുപ്പി, അതുപോലെ തന്നെ കണ്ണ് ബൾജ് ചെയ്ത് വന്നതുകൊണ്ട് വന്നു, പിന്നെ വസ്ത്രം മാറുന്നിടത്തേക്ക് വന്നു, എന്നിട്ട് ദ്വയാർത്ഥ പ്രയോഗം നടത്തി, ഇതൊക്കെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നിസ്സാരമല്ലല്ലോ യൂജിൻ. ഇപ്പോ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിസ്സാരവൽക്കരിക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. മലയാള സിനിമയിൽ ആർക്കും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവർ അസത്യമാണ് പറയുന്നതെന്ന് പ്രശസ്ത നടി ഉർവശി. സത്യം തുറന്നു പറയുന്നവരോട് പരിഭവിച്ചിട്ട് കാര്യമില്ല. കൺസെന്റോടുകൂടി നടക്കുന്ന കാര്യങ്ങളും ബലപ്രയോഗവും രണ്ടാണ്. അത് മനസ്സിലാകാത്തപ്പോഴാണ് പരാതികൾ ഉയരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താരസംഘടനയടക്കം ശക്തമായ നിലപാട് എടുക്കണമെന്ന അഭിപ്രായത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഉർവശി പറഞ്ഞു. ന്യൂസ് 18 Q18 ഉർവശിയുടെ പ്രതികരണം. ഞാൻ ബേബി ആർട്ടിസ്റ്റായിട്ട് വന്നതാ. അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ കൂടുതലും ഇവിടെയാണ്, പുറത്തല്ല. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് ഇവിടെയേ ഉള്ളൂ. അത് ഒരു ചോദ്യം ചോദിക്കും, എന്നോട് അങ്ങനെ ആരും പെരുമാറിയിട്ടില്ല, ഇവിടെ ഒന്നും ആരും അങ്ങനെ പെരുമാറാറില്ല എന്ന് പറയുന്നതൊരു മോശം ഉത്തരമാണ്, അസത്യവുമാണ്. സിനിമയിലുള്ളവരെ കുറിച്ച് മോശമായിട്ട് ഞാൻ പറയുമ്പോൾ ഞാൻ മലനിറന്ന് തുപ്പുന്ന പോലെ ആവുള്ളൂ. പക്ഷേ ഇതൊന്നും നടക്കാത്ത സ്ഥലമാണെന്ന് പറഞ്ഞാൽ എന്തോ മാനസികമായിട്ട് സിനിമാക്കാർക്ക് കുഴപ്പമുണ്ടെന്ന് അർത്ഥം വരും. ഞങ്ങൾക്കും ഇല്ലേ പ്രണയങ്ങൾ, വിചാരവികാരങ്ങൾ ഞങ്ങൾക്കും ഇല്ലേ? അത് എവിടെ ബലം പ്രയോഗിക്കുകയോ അപമാനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോഴേ എവിടെയും പരാതിയാവുന്നുള്ളൂ. ഈ ഹേമ കമ്മിറ്റിയുടെ സമയത്ത് പറഞ്ഞു സർക്കാരല്ല
താരസംഘടനയാണ് നടപടിയൊക്കെ എടുക്കേണ്ടത്. ഇങ്ങനെ എന്താ പറയുക, സ്റ്റാർ നൈറ്റ് മാത്രം നടത്തിയാൽ പോരാ എന്നൊക്കെ പറഞ്ഞു. അവിടെയുള്ളവർ മുഴുവൻ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. അവരൊരു പരിഭവം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. എന്നോട് നേരിട്ട് ആരും പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും പരിഭവം തോന്നിയാലും അവർക്കുള്ള ഉത്തരം ഇതാണ്: എന്നെയാണ് ഉർവശി ഉദ്ദേശിച്ചത് ചിന്തിക്കേണ്ട കാര്യമില്ല. അവരാരും എന്നോട് ഒരാൾക്കാരും പെരുമാറിയിട്ടില്ല. പെരുമാറാതിരിക്കുക എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും ഒന്നിച്ചിടപഴകി നടക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന താല്പര്യങ്ങളെ പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റുമോ? രണ്ടുപേർക്കും താല്പര്യമുള്ളെങ്കിൽ ആർക്കും പരാതിയില്ല. ബലമായിട്ട് നമ്മളെ അതിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു, നമ്മളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു, എങ്കിലല്ലേ അവിടെ പ്രശ്നമുള്ളൂ. അത്തരക്കാരും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഒരു നിലപാടെടുക്കുമ്പോൾ അത് വ്യക്തിത്വത്തോടു കൂടി ഉള്ള സംസാരങ്ങൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കും. ഒരു ഉത്തരവാദിത്തമായിട്ടുള്ളൊരു മറുപടി പ്രതീക്ഷിക്കും. അല്ലാതെ ഈ വഴവഴ കൊഴവഴ എന്നുള്ള സമ്പ്രദായം പറയാതിരിക്കുക. ഒരു നിലപാട് തീർച്ചയായിട്ടും അത്തരം ഒരു സംഗതി ഉണ്ടായാൽ ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണത്. അത് നിങ്ങളുടെ മുമ്പിൽ വെച്ചാവണമെന്നില്ല. പക്ഷെ അതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിലപാട് ശക്തമായിട്ട് എടുക്കും എന്ന് പറയണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് അപ്പോഴും ഇപ്പോഴും എപ്പോഴും എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ലഹരിക്കെതിരെ എക്സൈസ് വകുപ്പ് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമെന്ന് മന്ത്രി എം പി രാജേഷ് വിൻഷി അലോഷ്യസുമായി സംസാരിച്ചു. അവർക്ക് എല്ലാ പിന്തുണയും നൽകും. സിനിമയിൽ അവർ മാറ്റി നിർത്തപ്പെടുന്നില്ലെന്ന് സഹപ്രവർത്തകർ ഉറപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് പൂർണ്ണമായും നാടിനെ മോചിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. അത് സിനിമാ മേഖലയെന്നോ അല്ലെങ്കിൽ മറ്റൊരു മേഖലയെന്നോ ഉള്ള പരിഗണനയില്ല. സെലിബ്രിറ്റി എന്നോ അല്ലാത്തവരെന്നുള്ള പരിഗണനയും ഇതിനൊരു സാമൂഹിക വിപത്തായിട്ടാണ് കാണുന്നത്. സാമൂഹിക വിപത്തിനെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കർക്കശമായി കൈകാര്യം. വിൻസി അലോഷ്യസുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അവർ എന്നോട് സംസാരിച്ചിരുന്നു. ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. ഉറച്ച നിലപാടിന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ല എന്നത് ധീരമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള നിലപാടാണ്. അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ ചലച്ചിത്ര മേഖലയിലുള്ള എല്ലാവരും മുന്നോട്ട് വരികയാണ്. അവർ ഇത്തരം അന്വേഷണങ്ങളോട് സഹകരിക്കുമെന്നും അറിയിച്ചു. ഉയിർപ്പിന്റെ സ്മരണ പുതുക്കി ലോകം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ യേശുദേവന്റെ ഉയിർപ്പ് തിരുനാൾ ആഘോഷിക്കുകയാണ്. പ്രത്യാശയുടെ സന്ദേശമാണ് ഓരോ ഈസ്റ്ററും നമുക്ക് പകർന്നു നൽകുന്നത്. വിവിധ ദേവാലയങ്ങളിൽ ഉയിർപ്പ് ശുശ്രൂഷകൾ ഇന്നലെ രാത്രി മുതൽ തന്നെ നടന്നു. 50 ദിവസം നോമ്പാചരിച്ചതിന്റെ വിശുദ്ധിയോടെയാണ് വിശ്വാസികൾ പ്രത്യാശയുടെ തിരുനാളായ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഓശാന ഞായറിൽ തുടങ്ങിയ പീഠാനുഭവാരത്തിനു ശേഷം പ്രാർത്ഥനയോടെ വിശ്വാസികൾ തിന്മയുടെ ഇരുട്ട് പിന്നിട്ട് നന്മയുടെ വെളിച്ചത്തിലേക്ക്. ഇന്നലെ വൈകിട്ട് മുതൽ പല ദേവാലയങ്ങളിലും ഈസ്റ്റർ കുർബാനയും ആഘോഷങ്ങളും തുടങ്ങി. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ഉയിർപ്പ് ശുശ്രൂഷകൾക്ക് ആർച്ച് ബിഷപ്പ് തോമസ് ജേനറ്റോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രേമം അഥവാ സ്നേഹം മരണത്തെ പോലെ ശക്തമാണ്. ജനസഞ്ചയങ്ങൾക്ക് പ്രേമാഗ്നിയെ സ്നേഹാഗ്നിയെ എടുക്കാനാവില്ല. തൃപ്പൂണിത്തുറ തിരുവാങ്കുളം സെന്റ് ജോർജ് കത്തീഡ്രലിൽ നടന്ന ഉയിർത്തെഴുന്നേൽപ്പ് തിരുകർമ്മങ്ങൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ നടന്ന പ്രദക്ഷിണത്തിന് മലങ്കര സഭാ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ കാർമ്മികത്വം വഹിച്ചു. ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഹരിച്ച് പ്രത്യാശ പകരണമെന്ന് ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. ആശാവർക്കർമാർ നമ്മുടെ നാട്ടിലുണ്ട്. അവര് 2 മാസത്തിലധികമായിട്ട് സമരം ചെയ്യുന്നു. ചുരുങ്ങിയ ഒരു തുക എങ്കിലും അവരുടെ ജീവസന്ധാരണത്തിന് ഒരു ദിവസം 230 രൂപ കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കും. പക്ഷെ അതിനെതിരെ മുഖം തിരിക്കുന്ന ഗവൺമെന്റിന്റെ നടപടി നിശ്ചയമായിട്ടും പുനഃപരിശോധിക്കേണ്ടതാണ്. യാക്കോബായ സുറിയാനി സഭാധ്യക്ഷൻ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവയും ഈസ്റ്റർ സന്ദേശം നൽകി. ഈ ഈസ്റ്റർ ദിനത്തിൽ എല്ലാവർക്കും നിരാശയ്ക്കപ്പുറമായിട്ടുള്ള, നിരാശയുടെ രാത്രി എത്ര വൈകിയാലും ആവർത്തിച്ച് പറയട്ടെ, പ്രത്യാശയുടെ പുലരി നിങ്ങൾക്ക് എല്ലാവർക്കുമായി കാത്തിരിപ്പുണ്ട് എന്നുള്ളതായ പ്രതീക്ഷ നൽകുന്ന സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ദൈവസ്നേഹത്തിൻ്റെയും
എല്ലാ ആശംസകളും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മുനമ്പം വിഷയത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവന തെറ്റായി പ്രചരിപ്പിച്ചെന്ന് ബിജെപി. വഖഫ് ബിൽ നടപ്പാക്കുമ്പോൾ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. ഇതിനിടെ മുനമ്പത്ത് പ്രശ്നപരിഹാരത്തിനായി ഇടപെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കർദിനാൾ ജോർജ് ആലഞ്ചേരി അഭിനന്ദിച്ചു. ഇക്കുറി ക്രൈസ്തവ ഭവനങ്ങൾക്ക് പകരം ദേവാലയങ്ങൾ തോറുമായിരുന്നു ബിജെപി നേതാക്കളുടെ ഈസ്റ്റർ ദിന സന്ദർശനം. കിരൺ റിജിജുവിനെ തെറ്റിദ്ധരിച്ചെന്നാണ് സംസ്ഥാന ബിജെപി അധ്യക്ഷന്റെ വാദം. വഖഫ് ബില്ല് നടപ്പിലാവുമ്പോൾ മുനമ്പത്ത് പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആവർത്തിക്കുന്നു. മിനിസ്റ്റർ അവിടെ മുനമ്പത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ടു, മനസ്സിലാക്കി, എനിക്കതിൻ്റെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നല്ല കഴിവുണ്ട്. ആ ബില്ലെല്ലാം സുപ്രീം കോർട്ടിൽ നിന്ന് പുറത്ത് വന്ന് ഇംപ്ലിമെൻ്റ് ആവുമ്പോൾ മുനമ്പം ജനങ്ങളുടെ പരിഹാരം ഇതിൽ പരിഹരിക്കാം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് എനിക്ക് തന്ന ഉറപ്പും എനിക്ക് മനസ്സിലായ കിരൺ റിജിജു അന്ന് സംസാരിച്ച് അതിന്ന് മനസ്സിലായത് ഇതാണ്. ഇതേ പ്രതീക്ഷയാണ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയും പങ്കുവച്ചത്. വഖഫ് ബില്ല് മുനമ്പത്ത് ഗുണപ്പെടും. മുനമ്പത്ത് പ്രശ്നം പരിഹരിക്കാനായി ഇടപെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അഭിനന്ദനം. മുനമ്പം വിഷയം രാഷ്ട്രീയമായിട്ട് ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അതിനെ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഇടപെടുന്നതായിട്ട് നിങ്ങൾക്കറിയാം. നമുക്ക് പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പദ്ധതികളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കോടതികളും സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നിയമത്തിന്റെ പ്രായോഗികമായ വശങ്ങളെല്ലാം പ്രാവർത്തികമാക്കുമ്പോൾ ജനങ്ങൾക്ക് അത് ഉപകരിക്കുമെന്നുള്ളതാണ് രണ്ടു സർക്കാരുകളും പറയുന്ന ഒരു കാര്യം. ക്രൈസ്തവ വിഭാഗങ്ങളുമായി അടുക്കാനുള്ള ബിജെപിയുടെ ഈസ്റ്റർ ദിന നയതന്ത്രം ഇക്കുറിയും മുടങ്ങിയില്ല. ക്രൈസ്തവ ഭവനങ്ങൾക്ക് പകരം ദേവാലയങ്ങളിലാണ് ബിജെപി നേതാക്കൾ എത്തിയത്. തിരുവനന്തപുരം ലൂർദ് പള്ളിയിലെത്തി കർദിനാൾ ആലഞ്ചേരിയുമായി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി. സുരേഷ് ഗോപി തൃശൂർ ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിലെത്തി. ജില്ലകൾ തോറും വിവിധ നേതാക്കൾ സന്ദർശനം നടത്തി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഈസ്റ്റർ ദിനത്തിൽ ആശംസാ വീഡിയോ പങ്കുവച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യ. സത്യം ഒരുനാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് വീഡിയോയിൽ പറയുന്നത്. എത്ര സത്യസന്ധമായി ജീവിച്ചാലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും. യേശുവിനെ ക്രൂശിച്ചതും കല്ലെറിഞ്ഞതും കൂടെ നടന്നവർ തന്നെയാണെന്നും വീഡിയോയിലുണ്ട്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ നിരപരാധിയാണെന്നും സത്യം ഒരുനാൾ പുറത്തു വരുമെന്നുമാണ് ദിവ്യ വീഡിയോയിലൂടെ പരോക്ഷമായി സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഈസ്റ്റർ ആശംസകൾ. പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ഇത് നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലളിതമായ സത്യം തിന്മയുടെ മേൽ അവസാനത്തെ ജയം നന്മയ്ക്കായിരിക്കുമെന്നാണ്. എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ചവൻ. നെറികേട് കണ്ടാൽ ചാട്ടവാറെടുത്ത നീതിമാനായിരുന്നു അദ്ദേഹം. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ഉറക്കെ പറഞ്ഞ മനുഷ്യസ്നേഹി. എങ്കിലും നമ്മുടെ ജീവിതം സത്യസന്ധമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഏത് പാതാളത്തിലാണെങ്കിലും കുതിച്ചുയർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത്. S. സതീഷ് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗമാണ് സതീഷിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സതീഷ് യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാനാണ്. 12 അംഗ ജില്ലാ സെക്രട്ടേറിയറ്റിൽ KS അരുൺകുമാറും ഷാജി മുഹമ്മദുമാണ് പുതുമുഖങ്ങൾ. വലിയ ഉത്തരവാദിത്വമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് സതീഷ് പ്രതികരിച്ചു. തലമുറ മാറ്റത്തിന്റെ പ്രത്യേകതയൊന്നുമില്ല. പാർട്ടിയിൽ എല്ലാ തലമുറയിലും പെട്ട ആളുകളുള്ളതാണ്. പാർട്ടിയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ആ ഐക്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി കൂടുതൽ ജനകീയ ബന്ധത്തെ പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള പരിപാടികളാണ് പാർട്ടി സമ്മേളനം രൂപകൽപ്പന ചെയ്തിരുന്നത്. അത് പ്രായോഗിക തലത്തിൽ വികസിപ്പിക്കാൻ ചെറുപ്പത്തിന്റെ പ്രസരിപ്പും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ പരമാവധി പരിശ്രമിക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത്. വലതുപക്ഷ രാഷ്ട്രീയത്തെ കൂടുതൽ തുറന്നു കാണിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ജനങ്ങളെ അണിനിർത്താനുള്ള പ്രവർത്തനം തുടർച്ചയായി ഏറ്റെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂരിൽ ഉത്സവത്തിനിടെ ചെഗുവേരയുടെ പതാകയും വിപ്ലവ ഗാനവും. കല്ലിക്കണ്ടി കാവുകുന്നത്ത് മൊയിലോം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിലാണ് CPM പ്രവർത്തകർ ചെഗുവേരയുടെ ചിത്രമുള്ള കൊടി വീശിയത്. ഉത്സവത്തിന്റെ ഭാഗമായ ഘോഷയാത്രക്കിടെയായിരുന്നു ആഘോഷം.
ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ തിരക്കിട്ട് തീരുമാനിക്കേണ്ടതില്ലെന്ന് CPM. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ തർക്കമുണ്ട്. അത് പരമാവധി മുതലെടുക്കാവുന്ന തന്ത്രങ്ങൾ ഒരുക്കാനാണ് നേതൃത്വത്തിലെ ധാരണ. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ UDF-ൽ സമവായം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല തർക്കവും രൂക്ഷമാണ്. സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി ആര്യാടൻ ഷൗക്കത്തും വി ജോയും തമ്മിലുള്ള മത്സരം പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് CPM. അൻവറിന്റെ ഇടപെടലുകൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നും CPM വിലയിരുത്തുന്നു. അതുകൊണ്ട് കാത്തിരിക്കാനാണ് CPM തീരുമാനം. അവര് പിന്നെ ആരെയാ കാത്തിരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് UDF ആരെ കാത്തിരിക്കുകയാണ്? പിന്നെ ഞങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ്. അതിനെന്തോ വലിയ സംശയം? പാർട്ടി ചിഹ്നത്തിൽ മാത്രമല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ സാധ്യതകളും CPM പരിശോധിക്കുന്നുണ്ട്. അടുത്തയാഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് CPM കടക്കും. അതിനു മുമ്പ് തന്നെ സംഘടനാപരമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കും. പാർട്ടി തലത്തിൽ CPM-ഉം CPI-യും മണ്ഡലം കൺവെൻഷനുകളുടെ തീയതിയും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് നാളെ തുടക്കമാവും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുന്ന ആഘോഷങ്ങളിലേക്ക് പ്രമുഖ വ്യക്തികളെയും ക്ഷണിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ധൂർത്തെന്നാരോപിച്ച് പ്രതിപക്ഷം വാർഷികാഘോഷങ്ങൾ ബഹിഷ്കരിക്കും. നാളെ കാസർഗോഡ് കാലിക്കടവിൽ നിന്നാണ് തുടക്കം. വാർഷികാഘോഷങ്ങൾക്കൊപ്പം പ്രദർശന വിപണനമേളയും നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഉദ്ഘാടകൻ. പ്രത്യേകം ക്ഷണിക്കപ്പെട്ട 500 വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും. എല്ലാ ജില്ലകളിലും സമാന രീതിയിൽ പരിപാടികളുണ്ടാകും. പുറമെ മേഖലാവലോകന യോഗങ്ങളും നടക്കും. നവകേരള സദസ്സിന് സമാനമായി ജില്ലകൾ തോറുമെത്തി പ്രമുഖ വ്യക്തികളെ കാണാനും സർക്കാരിന്റെ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാനുമാണ് ശ്രമം. ഫലത്തിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മുന്നണിയുടെ രാഷ്ട്രീയ നീക്കമായി കൂടി ഇത് മാറുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെയുള്ള ധൂർത്തെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രതിപക്ഷം പരിപാടി ബഹിഷ്കരിക്കും. മെയ് 30 വരെയാണ് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനവും പരിപാടിക്കിടെ വിലയിരുത്തപ്പെടും. ന്യൂസ് 18 തിരുവനന്തപുരം. ചേറ്റൂർ ശങ്കരൻ നായരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഒറ്റപ്പാലത്തെ വീട്ടിലെത്തിയാണ് സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ കണ്ടത്. ചേറ്റൂർ ശങ്കരൻ നായരെ കോൺഗ്രസ് അവഗണിച്ചെന്ന ആരോപണം BJP ശക്തമാക്കുന്നതിനിടെയാണ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ, ശങ്കുട്ടി ദാസ്, ജില്ലാധ്യക്ഷന്മാരായ പ്രശാന്ത് ശിവൻ, P. വേണുഗോപാൽ എന്നിവർക്കൊപ്പമാണ് ചേറ്റൂരിന്റെ കുടുംബാംഗങ്ങളെ സുരേഷ് ഗോപി സന്ദർശിച്ചത്. പത്തനംതിട്ട കോന്നി ഇളക്കൊള്ളൂരിൽ വീടിന് തീപിടിച്ച യുവാവ് വെന്തു മരിച്ച സംഭവത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. ഇന്നലെ രാത്രി ഇളക്കൊള്ളൂർ ലക്ഷൻ വീട്ടിൽ സോമന്റെയും വനജയുടെയും മകൻ മനോജാണ് മരിച്ചത്. വീടിന് തീയിട്ടത് മരിച്ച മനോജാണോ അതോ മനോജിന്റെ അമ്മ വനജയാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. ഇന്നലെ രാത്രി 8:30-ക്കാണ് ഇളകൊള്ളൂർ ലക്ഷം വീട്ടിൽ വനജയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായത്. ആ സമയം നാട്ടുകാരെത്തി വീട്ടിൽ നിന്ന് വനജയെയും സോമനെയും രക്ഷപ്പെടുത്തിയിരുന്നു. തീ പടർന്നപ്പോൾ വീട്ടിൽ മറ്റാരും ഇല്ലെന്നാണ് വനജ ആദ്യം നാട്ടുകാരോട് പറഞ്ഞത്. എന്നാൽ അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചപ്പോഴാണ് മനോജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മരിച്ച മനോജിന്റെ മുറിയിൽ നിന്നാണ് ആദ്യം തീ കണ്ടതെന്ന് വനജ പിന്നീട് മൊഴി നൽകി. വനജ ഈ സമയം മദ്യലഹരിയിൽ ആയിരുന്നുവെന്നും കുടുംബകലഹം പതിവായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. എന്നും ഉണ്ട് വെള്ളമടിയാ. അവര് ശബരിമല പോയി കച്ചവടത്തിന് പോയിച്ച് വന്നു കഴിഞ്ഞ് കൊണ്ടുവരുക, തന്തയും മക്കളും എല്ലാം കൂടെ അടിച്ചും വെച്ച് പിന്നെ തെറി പറച്ചിലും എല്ലാം. ശബരിമല ജോലിക്കൊക്കെ പോകുന്ന അച്ഛനായിരുന്നു ആദ്യം പോകുന്നത്. ഇപ്പൊ മോനെ പോകുന്നു. സ്ഥിരം ഇവര് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ഞങ്ങൾ അതുകൊണ്ട് പിന്നെ അയൽവക്കാരെ നോക്കുന്നു. 8 വർഷം മുമ്പാണ് വീട്ടിൽ വനജയും ഭർത്താവ് സോമനും മകൻ മനോജും താമസമാക്കിയത്. വനജയുടെ സഹോദരൻ പ്രസാദിന്റേതാണ് കത്തിയ വീട്. 25 വർഷം മുമ്പ് പ്രസാദിന്റെ ഭാര്യ രമ ഈ വീട്ടിൽ വെച്ച് തീ കൊളുത്തിയ ശേഷം കിണറ്റിൽ ചാടി മരിച്ചിരുന്നു. ഭാര്യയുടെ മരണത്തോടെ വീട് വിട്ടുപോയ പ്രസാദ് 5 വർഷം മുമ്പ് തൂങ്ങി മരിക്കുകയും ചെയ്തു. ശബരിമലയിൽ ഹോട്ടൽ ജോലിക്കാരനായ മനോജ് കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെത്തിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മനോജിന്റെ മാതാപിതാക്കളെ വിശദമായി ചോദ്യം ചെയ്യും. ന്യൂസ് 18 പത്തനംതിട്ട. ഇടപാടുകാരനെ ഭീഷണിപ്പെടുത്തി 6 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട മാവേലിക്കര കാനറ ബാങ്കിന്റെ കൺകറന്റ് ഓഡിറ്റർ വിജിലൻസ് പിടിയിൽ. കാട്ടാക്കട സ്വദേശി സുധാകരനാണ് പിടിയിലായത്. കാനറ ബാങ്കിന്റെ മാവേലിക്കര ബ്രാഞ്ചിലെ കൺകറന്റ് ഓഡിറ്ററായിട്ടുള്ള സുധാകരൻ എന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഞങ്ങൾ വിജിലൻസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിലെ പരാതിക്കാരൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലോൺ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള രേഖകൾ ശരിയല്ല, ആ ലോണിന് പ്രശ്നമുണ്ടാക്കും, NPA ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്
റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് കൊടുക്കാതിരിക്കണമെങ്കിൽ കൈക്കൂലി തരണം എന്ന് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരാതിക്കാരനോട് ആവശ്യപ്പെട്ടു. 6 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിനോട് കൈക്കൂലി ആവശ്യപ്പെട്ടു. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, മറ്റൊരു വാർത്തയിലേക്ക്. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം. റംബാൻ ജില്ലയിലാണ് അപകടമുണ്ടായത്. നിരവധി വീടുകളും വാഹനങ്ങളും മണ്ണിനടിയിലായി. ജമ്മു ശ്രീനഗർ ഹൈവേയിൽ പലയിടത്ത് കല്ലും മണ്ണും വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ 100 കണക്കിന് വാഹനങ്ങളാണ് ദേശീയപാതയിൽ കുടുങ്ങിയത്. ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണെന്നാണ് ജമ്മുവിൽ നിന്നുള്ള വിവരങ്ങൾ. हालात हो गई है और 1 मिनट की हालात देखो जनाब। ओ हो मेरी अल्लाह। കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരുടെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിക്കും. ഏപ്രിൽ 22 മുതൽ 23 വരെയാണ് സന്ദർശനം. മുൻപ് 2016 2019 മോദി സൗദി അറേബ്യ സന്ദർശിച്ചിരുന്നു. സുപ്രീം കോടതിക്കും ചീഫ് ജസ്റ്റിസിനുമെതിരായ ബിജെപി എംപിമാരുടെ പരാമർശത്തിൽ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷം. ബിജെപി അംഗം നിഷികാന്ത് ദുബെ ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് സ്പീക്കറും കോടതിയും നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പരാമർശം വിവാദമായതോടെ എംപിമാരെ ബിജെപി തള്ളിപ്പറഞ്ഞു. വഖഫ് നിയമത്തിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് സുപ്രീം കോടതിക്കെതിരെ ജാർഖണ്ഡിൽ നിന്നുള്ള ബിജെപി എംപി നിഷികാന്ത് ദുബെ പരാമർശം നടത്തിയത്. കോടതി നിയമം നിർമ്മിക്കുകയാണെങ്കിൽ പാർലമെന്റ് അടച്ചുപൂട്ടാമെന്ന് ആദ്യം സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ച ദുബെ പിന്നീട് വാർത്താ ഏജൻസികളോട് പ്രതികരിച്ചപ്പോൾ പരാമർശം കടുപ്പിച്ചു. കോടതി അധികാര പരിധി ലംഘിക്കുകയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്നിരിക്കെ രാഷ്ട്രപതിക്ക് പോലും നിർദ്ദേശം നൽകുകയാണ് കോടതി. ഭരണഘടനയുടെ 368 അനുച്ഛേദമനുസരിച്ച് നിയമനിർമ്മാണം പാർലമെന്റിന് ചുമതലയാണ്. നിയമം വ്യാഖ്യാനിക്കലാണ് കോടതിയുടെ ജോലി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മതങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് പ്രേരണ നൽകുകയാണെന്ന പരാമർശവും ദുബെ നടത്തി. पार्लियामेंट को सभी कानून बनाने का अधिकार है, कानून की व्याख्या करने का अधिकार सुप्रीम कोर्ट का है. वो कह रहा है कि 3 महीने में जो है राष्ट्रपति बता दें कि क्या करना है, 3 महीने में गवर्नर बता दें कि क्या करना है. ദുബൈക്ക് പുറമെ യുപിയിൽ നിന്നുള്ള രാജ്യസഭാംഗം ദിനേശ് ശർമ്മയും കോടതിക്കെതിരെ രംഗത്ത് വന്നു. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിലും പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്ത് വരികയും ചെയ്തതോടെ എംപിമാരെ ബിജെപി തള്ളിപ്പറഞ്ഞു. ഇത്തരം പ്രസ്താവനകളോട് ഒരു തരത്തിലും യോജിപ്പില്ല. കോടതിയോട് എന്നും ബഹുമാനമാണെന്നും പാർട്ടി അധ്യക്ഷൻ JP നഡ്ഡ വ്യക്തമാക്കി. ജുഡീഷ്യറിക്കെതിരായ ബിജെപി അംഗങ്ങളുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. പരാമർശം കോടതിയലക്ഷ്യവും ഭരണഘടനാ വിരുദ്ധവുമാണ്. സ്പീക്കറും കോടതിയും നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ചില തീരുമാനങ്ങൾ വന്നാൽ ആ കോടതി വിധികളെല്ലാം മഹത്തരമെന്നും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില തീരുമാനങ്ങൾ വന്നാൽ അത് പുറപ്പെടുവിച്ച ജഡ്ജിയെ തന്നെ ഭീഷണിപ്പെടുത്തി വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഏറ്റവും ഗൗരവതരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചതിൽ നേരത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും രംഗത്ത് വന്നിരുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. നാളെ ഇന്ത്യയിലെത്തുന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെയിംസ് ഡേവിഡ് വാൻസിനെ സ്വീകരിക്കാൻ ഒരുങ്ങി രാജ്യം. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വാൻസ് കൂടിക്കാഴ്ച നടത്തും. പിന്നീട് ജയ്പൂരിലും സന്ദർശനം നടത്തും. ഇന്നലെ റോമിൽ US വൈസ് പ്രസിഡന്റ് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പെരോളിനെയും വിദേശകാര്യമന്ത്രി ആർച്ച് ബിഷപ്പ് പോൾ ഗാലഗറിനെയും ഇന്നലെ കണ്ടിരുന്നു. US വൈസ് പ്രസിഡന്റായി സ്ഥാനമേറ്റതിനു ശേഷം വാൻസിന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. സാമ്പത്തിക സഹകരണം, പ്രതിരോധ പങ്കാളിത്തം, പ്രാദേശിക സുരക്ഷ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശന ഘട്ടത്തിൽ തീരുമാനിച്ച 10 വർഷത്തെ പ്രതിരോധ സഹകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ ഘട്ടത്തിലുണ്ടാകും. ഉഭയകക്ഷി വ്യാപാര കരാറിന് അടുത്ത ഘട്ട ചർച്ചകൾ JD വാൻസിന്റെ സന്ദർശന വേളയിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. 2030 ഉഭയകക്ഷി വ്യാപാരം $500 ബില്യൺ ഉയർത്തുക എന്നതാണ് ദീർഘകാല ലക്ഷ്യം. എന്നാൽ ട്രംപ് ഭരണകൂടം താരിഫുകളിൽ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കരാറിന്റെ പ്രാരംഭഘട്ടത്തിനായി ചർച്ചകൾക്കുള്ള പരിഗണനാ വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും അന്തിമമാക്കിയതായും വിവരമുണ്ട്. ഭാര്യ ഉഷ വാൻസും മക്കളും ഒപ്പമുണ്ടാകും.
ഇന്ത്യൻ വംശജയാണ് ഉഷ വാൻസ്. ന്യൂഡൽഹിയിലെ ഔദ്യോഗിക പരിപാടികൾക്ക് പുറമെ ഇന്ത്യയുടെ ചരിത്ര പ്രധാന കേന്ദ്രങ്ങളായ ജയ്പൂർ, ആഗ്ര തുടങ്ങിയവ വാൻസും കുടുംബവും സന്ദർശിക്കും. US വൈസ് പ്രസിഡന്റ് വാൻസിന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. IPL-ൽ ഇന്ന് സൂപ്പർ പോരാട്ടം. ആദ്യ മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ പഞ്ചാബ് കിങ്സിനെ നേരിടും. കഴിഞ്ഞ ദിവസം ഇരു ടീമുകളും നേർക്കുനേർ വന്നപ്പോൾ വിജയം പഞ്ചാബിനൊപ്പമായിരുന്നു. ജയം ആവർത്തിച്ചാൽ പോയിന്റ് പട്ടികയിൽ പഞ്ചാബിന് ഒന്നാം സ്ഥാനത്തെത്താം. രണ്ടാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. അവസാന സ്ഥാനത്തുള്ള ചെന്നൈക്ക് ജയം അനിവാര്യമാണ്. മുംബൈ വാങ്ഖഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം. ദിൽന ചേരും.